വി വസീഫ്, നോക്കൂ, പ്രതിപക്ഷ നേതാക്കൾക്ക് കൂടി രാജിവെക്കാനുള്ള ഒരു ആവശ്യം വേണോ? ഇനി ഒരു ഭേദഗതിയുടെ ആവശ്യമുണ്ടോ? ശ്രീകുമാർ സാർ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് ഈ UDFിൻ്റെ ഭാഗമായി നിന്ന് ന്യായീകരണം നിരത്താൻ. ഇവിടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ജലീൽ ഉന്നയിച്ച ആരോപണമാണ് എന്നാണ് ഇവർ പറയുന്നത്, CPMനെ രക്ഷിക്കാൻ പോലും. ശ്രീകുമാർ സാറ്, മലപ്പുറത്തെ മുസ്ലിം ലീഗുകാർ തന്നെ നിങ്ങളെ നേർക്കുനേരെ കിട്ടിയാൽ കൈകാര്യം ചെയ്യും. കാരണം അവർ അത്രയും പ്രയാസത്തിലാണ്. അവർ കൊടുത്ത പരാതിക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ നടപടി വന്നത്. ഏത് TP ഹാരിസിൻ്റെ 25 കോടിയുടെ ഇടപാട്. ഞാൻ പറഞ്ഞ ഹജ്ജ് ഹൗസിൽ നടത്തിയ ആയുർവേദ ചികിത്സയുടെ മറവിൽ പോലും പണം തട്ടി. ഹജ്ജിന് പോകുന്ന ഹജ്ജാജിമാർക്ക് ഉള്ള ചികിത്സയുടെ പേരിൽ പണം തട്ടി. 200ഓളം മുസ്ലിം ലീഗുകാർ ഉൾപ്പെടെയുള്ളവരുടെ കൈകളിൽ നിന്നാണ് പണം വാങ്ങിയത്. അവർ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന വാർത്തയും അതിൻ്റെ സംഭവവികാസങ്ങൾക്കൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ KT ജലീൽ. എന്തിനാ അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്നത്? അങ്ങനെയാണോ? പിന്നെ ഈ കവളപ്പാറയിലെ 25 സെന്റ് ഭൂമി ആരാ തട്ടിയെടുത്തത്? അവിടെ കവളപ്പാറയിലെ സലൂബ് ജലീൽ എന്ന് പറയുന്ന പോത്തുകല്ല് പഞ്ചായത്ത് മെമ്പറാ. വാർത്ത വായിച്ചില്ലേ നിങ്ങൾ? ഇതൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നതല്ലല്ലോ, KT ജലീൽ ഉന്നയിച്ചതാ. ഈ വിഷയമൊക്കെ ആദ്യമായി KT ജലീൽ ഉന്നയിച്ചു എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലുമല്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ഏതെങ്കിലും മുസ്ലിം ലീഗുകാർ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അങ്ങനെയല്ല, നിങ്ങളൊന്ന് അന്വേഷിക്കണം. അത് അവിടെ നിന്ന് ഉയർന്നു വന്ന ഒരു തട്ടിപ്പ് സ്വാഭാവികമായിട്ടും ജനം ഉന്നയിച്ചു. ഇത് കൂട്ടിവെച്ചു ജലീൽ പറയണ്ടേ? കാരണം മുസ്ലിം ലീഗിനകത്ത് ഇതുപോലെയുള്ള എല്ലാ തട്ടിപ്പുകളും തിരുത്തണം എന്നാവശ്യപ്പെട്ട് ഉയർന്നു വന്ന ഒരു നേതാവായിരുന്നു KT ജലീൽ. അദ്ദേഹം അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു യൂത്ത് ലീഗിൻ്റെ. അദ്ദേഹത്തിന് മറുപടി ഉണ്ടാകും. പാണക്കാട്ടെ കുടുംബത്തിലൊക്കെ അദ്ദേഹം വലിയ വിശ്വാസം അർപ്പിച്ചു. അങ്ങനെ ഇതിലൊരു തിരുത്തൽ നടപടിയൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നതാ. അന്നുമില്ല ഇന്നുമില്ല എന്നാ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാളുണ്ട്, ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണില്ലേ, എന്താ പേര്? ഇപ്പോൾ ഒരു ഗഫൂർ കോൽക്കളത്തിൽ നിങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞൊരു ആക്ഷേപത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ ദിവസങ്ങളോളം വേട്ടയാടിയിരുന്നു. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അവരേതെങ്കിലും ജില്ലാ പഞ്ചായത്ത് മെമ്പറോ ഒരു വാർഡ് മെമ്പറോ ഒന്നുമല്ല, ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്ന ആളല്ല. അതൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാ. എന്നാൽ ഈ ഗഫൂർ കോൽക്കളത്തിൽ ആരാ? മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവിടെ പാലക്കാട്. അതുമാത്രമല്ല, യൂത്ത് ലീഗ് എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി. നോക്കൂ നിങ്ങൾ എന്താ ചെയ്തത്? ഏതോ ഒരു തട്ടിപ്പ് കടലാസ് കൊണ്ടുവന്നിട്ട് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞ് തൻ്റെ പ്രൊമോഷന് വേണ്ടി ഹാജരാക്കി. അത് പിടിക്കപ്പെട്ടു. അപ്പോൾ തിരിച്ചു വാങ്ങിയിട്ട് പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല എന്ന്. കട്ട മുതൽ തിരിച്ചു കൊടുത്ത് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പോലെ അതിന് അദ്ദേഹത്തിന് അഭിവാദ്യ പോസ്റ്റർ അടിച്ചു വെക്കണോ ഈ ഗഫൂർ കോൽക്കളത്തിന്? അതാണോ KT ജലീലും ഞങ്ങളൊക്കെ ചെയ്യേണ്ടത്? അദ്ദേഹം വ്യാജമായി ഞാൻ ഡിഗ്രി പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന് അധികാരികൾ പിടിച്ചപ്പോൾ തിരിച്ചു വാങ്ങിയിട്ട് അദ്ദേഹം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ മാന്യത കാണിച്ചവൻ എന്ന് പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അഭിവാദ്യ ബോർഡ് അടിച്ചു വെക്കണോ? അതാണോ ചെയ്യേണ്ടത്?